കരയാതെ രാധമ്മേ. മനുഷ്യനായി ഭൂമിയിലേക്ക് പിറന്നു വീണ പിന്നെ 100,000 വിഷമതകള്. എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിച്ച് തന്നെ തീർക്കണം. മുമ്പൊക്കെ ഇവിടെ ഇത്തരം പ്രശ്നങ്ങളുണ്ടായ അത് രാജുവിന്റെയും ഋതുമോളുടെയും കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞ് രാധമ്മ വഴക്കുണ്ടാക്കുമായിരുന്നു. ഇപ്പൊ അതൊക്കെ നിർത്തിയോ? കാലാവസ്ഥ മാറുന്നത് പോലെ രാധമ്മയുടെ വഴക്ക്. എന്നാലും എന്റെ കുഞ്ഞിന് ഈ വിധി വന്നല്ലോ. ഈ ഹരീഷ് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. അവരുടെ കൂട്ടത്തില് നല്ല മര്യാദയുള്ളവൻ ഇവനായിരുന്നു. ശരിയാ, നല്ല വകതിരിവുള്ള ചെറുക്കനായിരുന്നു. അവൻ എന്തു പറ്റിയോ ആവോ? എന്തു പറ്റാൻ? അവനാ രുക്മിണി പറഞ്ഞ് തലതിരിച്ചിട്ടുണ്ടാവും. ചിരിച്ചോണ്ട് കഴുത്തിറക്കുന്നവളാ രുക്മിണി. യോ, അവളെ പോലെ ഭൂലോക ഭാഷാണം വേറെ ഇല്ല. അവള് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കേറുമ്പോ നമ്മൾ എല്ലാരും ഒന്ന് സൂക്ഷിക്കണം. 1-2 പ്രാവശ്യം ചവിട്ടേറ്റ പാമ്പാണ് അവള്. അമ്മേ, അമ്മ കരയല്ലേ? നമുക്കിതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. ഇവിടെ ഇതെന്ത് പറ്റിയ എല്ലാവർക്കും? ഇതൊന്നും എല്ലാരും വിഷമിച്ചിരിക്കുന്നത് എന്താണ് പ്രിയ? ആ ഹരീഷ് ഇവിടെ വന്ന് വഴക്കിട്ടിട്ട് പോയി. എന്തിന്? ശ്രീലക്ഷ്മിയെ കാണാൻ ഇവിടുന്ന് ആരും അങ്ങോട്ട് ചെല്ലണ്ടെന്നു. അതെന്ത് മര്യാദ കടവൻ കാണിച്ചത്? ഇപ്പൊ അവനൊരു തലവേദനയല്ലോ. ശ്രീമോള, മോളെ, അമ്മേ, മോളെ, മോളെ, നീ എന്തിനാ കരയുന്നേ? അതല്ലമ്മേ, അച്ഛനും ഋതിക്കും കൂടി ഇവിടെ വന്നപ്പോ ഹരീഷ് ചേട്ടൻ അവരോട് മോശമായിട്ട് പെരുമാറി. മോളെ, അവൻ ഇവിടെ വന്നു. ഇനി മോളെ കാണാൻ അങ്ങോട്ട് വരാനെന്ന് പറഞ്ഞ് താക്കീത് ചെയ്തിട്ട് പോയി. ഹരീഷ് ചേട്ടൻ അവിടെ വന്നു. ചെന്നടി, ഞാൻ അവിടെയും ചെന്നു.